ഹലോ, ഇന്ന് നമുക്കൊരു ഒക്ടോ കപ്ലറിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു ഒക്ടോ കപ്ലർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ, ഇതിൻ്റെ പ്രവർത്തന രീതിയൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിനായിട്ട് നമ്മൾ എടുത്തൊരു ഒക്ടോ കപ്ലർ ഉണ്ട്, പിന്നെ ഒരു LED ലൈറ്റ് ഉണ്ട്, ഒരു LDR ഉണ്ട്, പിന്നെ ഇതുപോലെ ഒരു വയർ സ്ലീവിൻ്റെ കഷ്ണം ആവശ്യമാണ്. കുഞ്ഞ് കഷ്ണം മതി. ഈ 3 സാധനമാണ് ഒക്ടോ കപ്ലർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം. അപ്പോൾ ആദ്യം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒക്ടോ കപ്ലർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതാണ് കാണിക്കുന്നത്. ഇതിന് 4 പിന്ന്, അതിലിവിടെ ഒരു കട്ടുള്ള ഒരു പിൻ, ഇതിവിടെ ഒരു മാർക്ക് ഉണ്ടാവും. ആ മാർക്കിൻ്റെ അവിടെ പോസിറ്റീവ്, ഇപ്പുറത്ത് നെഗറ്റീവും കൊടുക്കുക. ഇവിടെ ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതിന്മേൽ നമുക്ക് പോസിറ്റീവോ നെഗറ്റീവോ പ്രശ്നമില്ല, വോൾട്ടിൻ്റെ പ്രശ്നമില്ല. എന്നാൽ ഇപ്പുറത്ത് നമ്മളൊരു LED കൊടുക്കുന്ന പവർ മാത്രമേ കൊടുക്കാവൂ. ഇത് ഈ സെയിമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈ LED പ്രവർത്തിക്കാനുള്ള എത്ര വോൾട്ടാണ് ആവശ്യം, അത്രയും വോൾട്ട് നമ്മൾ ഇവിടെ ഇതിൻ്റെ പ്രൈമറിയിൽ കൊടുക്കാവൂ. ഇവിടെ ഈ മാർക്ക് ചെയ്ത് കാണാം, ആ ഭാഗമാണ് ഇതിൻ്റെ പ്രൈമറി. സെക്കൻഡറി ഇവിടെയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേമാതിരി ഒരു 3.7 വോൾട്ട് ബാറ്ററിൻ്റെ നെഗറ്റീവ് ഇതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു 67 ഓംസിൻ്റെ റെസിസ്റ്ററാണ് ഇതിൽ കണക്ട് ചെയ്തത്. ഇതുപോലെ കണക്ഷൻ പോസിറ്റീവ് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് ഇതിൽ കൊടുത്താൽ ചിലപ്പോൾ അത് അടിച്ചു പോകും. അതായത് കുറഞ്ഞ വോൾട്ടിൽ പ്രവർത്തിക്കുന്ന 3 വോൾട്ടൊക്കെ മതിയാവും ശരിക്കും വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡറിയിൽ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ബീഫ് മ്യൂസിക് ഒന്നും വരുന്നില്ല. 2 പിന്നിൽ വെച്ചാലും ഇതിൽ മ്യൂസിക് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിൽ കണക്ഷൻ കൊടുത്തിട്ടില്ല നമ്മൾ. ഇനി കണക്ഷൻ കൊടുത്തിട്ട് നോക്കാം. ഇതിങ്ങനെ തട്ടുമ്പോഴാണ് ആ സൗണ്ട് വരുന്നത്. ഇനി നമ്മളിത് റെസിസ്റ്റർക്ക് പോസിറ്റീവ് കൊടുക്കുകയാണ്. പോസിറ്റീവ് കൊടുത്തിട്ട് നമുക്ക് അതിലെന്താ സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ നമ്മളതിൽ പോസിറ്റീവ് കൊടുത്തു. അപ്പോൾ ഇനി ഇവിടെ ഒരു ലൈന് ഇപ്പോൾ ഇത് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലൊരു LED കണക്റ്റ് ആക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അതിൽ പോസിറ്റീവ് കൊടുത്തപ്പോഴാണ് സെക്കൻഡറിയിൽ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് കണക്റ്റ് ആക്കിയിട്ടുള്ളത്. ഇവിടെ ഈ കട്ട് ചെയ്ത ഇവിടെ ഒരു മാർക്ക് കാണും. ആ മാർക്ക് ചെയ്തോടത്ത് പോസിറ്റീവ്, ഇപ്പുറത്ത് നെഗറ്റീവും കൊടുക്കണം. ഇവിടെ നമ്മൾ ഇതിൽ പോസിറ്റീവും നെഗറ്റീവും മാറി മാറി കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് കൊടുത്താൽ ഇവിടെ നെഗറ്റീവ് കിട്ടും, ഇവിടെ നെഗറ്റീവ് കൊടുത്താൽ ഇവിടെ നെഗറ്റീവ് കൊടുത്താൽ ഇവിടെ നെഗറ്റീവ് കിട്ടും, ഇവിടെ പോസിറ്റീവ് കൊടുത്താൽ അവിടെ അപ്പുറത്ത് പോസിറ്റീവ് കിട്ടും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കാണിച്ചത്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് വോൾട്ട് ഇവിടെ കൊടുത്തു. ഇനി നമ്മൾ ഇപ്പുറത്തെ ഇതിൽ പോസിറ്റീവിൻ്റെ ലൈൻ കൊടുത്തിട്ട് ബാറ്ററിൻ്റെ നെഗറ്റീവിൽ ഇത് കൊടുത്താൽ നമുക്ക് അവിടെ അപ്പുറത്തെ ലൈൻ കിട്ടുന്നുണ്ടോ നോക്കാം. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. 3.96 ഇത് കറക്റ്റാണ്. ഇനി നമുക്കിതിൽ LED കൊടുത്തിട്ട് ഒന്ന് വർക്ക് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഈ ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് ഒരു ലൈന് നമ്മൾ LED കൊടുത്തു. ഇവിടുന്ന് പോസിറ്റീവ് വന്ന് നമ്മളെ ഒക്ടോ കപ്ലർക്ക് വന്നത് അതിലാണ് നമ്മൾ പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്തത്. അപ്പോൾ LED വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ റെസിസ്റ്റർ വന്ന് പോസിറ്റീവ് വന്ന് നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് നോക്കാം. LED കട്ടുപോയി. ഇനി ഒന്നും കൂടെ ഇതിനെ കൊടുത്തു നോക്കിയാൽ അത് കത്തും. ഇതാണ് ഒക്ടോ കപ്ലറിൻ്റെ. ഇനി നമുക്ക് അടുത്ത് എന്താ നോക്കാനുള്ള പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ പോസിറ്റീവാണ് നമുക്ക് സെക്കൻഡറിയിൽ കൊടുത്തത്.
അതിനി നെഗറ്റീവ് കൊടുത്തിട്ട് പോസിറ്റീവ് ബാറ്ററി നിന്ന് ഡയറക്റ്റ് കൊടുത്തിട്ട് എങ്ങനെയുള്ളത് നോക്കാം. ഇതിൽ നെഗറ്റീവും പോസിറ്റീവും പ്രശ്നമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അത് ഈ സൈഡിൽ വേണം നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ് കൊടുക്കുന്ന, അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ നെഗറ്റീവ് കൊടുക്കേണ്ടത്, ഡയറക്റ്റ് കൊടുക്കേണ്ടത്. ഇപ്പുറത്ത് നമ്മൾ ലോഡ് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതുപോലുള്ള LED ഒക്കെ വർക്ക് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിമൊന്ന് വർക്ക് ചെയ്യില്ല, അതിൽ ആംബിയർ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു PNP NPN ഏതാ റെസിസ്റ്റർ വെച്ചാൽ അതിൻ്റെ ഇത് ഇവിടുന്ന് ബേസിക് ഇതിൽ നിന്ന് ഒരു ലൈന് കൊടുത്താൽ മതി. അപ്പുറത്ത് നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ അത് നമ്മൾ NPN ആണോ PNP ആണോ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യുക. അപ്പം നമുക്കിതൊന്ന് ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്തെങ്കിൽ നെഗറ്റീവ് കണക്ട് ചെയ്തിട്ട് എങ്ങനെ നോക്കാം. ഇപ്പം നമ്മൾ നേരത്തെ പോസിറ്റീവ് കൊടുത്ത ഭാഗത്ത് നമ്മൾ LED നെഗറ്റീവാണ് കൊടുത്തത്. അതുപോലെ തന്നെ പോസിറ്റീവ് നേരെ LED പോസിറ്റീവ് കൊടുത്തു. ഇവിടുന്ന് നമ്മൾ നെഗറ്റീവ് ബാറ്ററിയിൽ നിന്നൊരു നെഗറ്റീവ് വയർ നമ്മൾ ഒപ്റ്റോകപ്ലറിൻ്റെ പിന്നിലേക്കാണ് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന്. സെയിം വർക്ക്. ഇപ്പോൾ നമ്മൾ ഒപ്റ്റോകപ്ലറുമ്പോൾ കണക്ട് ചെയ്ത് നെഗറ്റീവാണ്, നേരത്തെ പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്റ്റോകപ്ലർ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒപ്റ്റോകപ്ലർ സ്വന്തമായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ LDR. ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റണം. ആദ്യമായിട്ട് ഇതിങ്ങനെ കയറ്റി വെച്ചു. ഇനി മറുവശത്ത് LED കയറ്റണം. എന്നിട്ട് ഇത് നന്നായി മടക്കിയതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ലൈറ്റർ ഉപയോഗിച്ച് ഒന്ന് നന്നായി ചൂടാക്കിയിട്ട് ഇങ്ങനെ ഫിക്സ് ആക്കണം. ഇതിൻ്റെ അകത്തേക്ക് യാതൊരു കാരണവശാലും മറ്റു പുറത്തുനിന്നുള്ള പ്രകാശം ഏൽക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ LDR പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, വെളിച്ചം തട്ടിയാൽ പ്രവർത്തിക്കുന്ന ഒരു റെസിസ്റ്ററാണ് ഇത് എന്നുള്ളത്. LDRൻ്റെ ബാക്ക് സൈഡ് പ്രശ്നമില്ല, പക്ഷേ ഫ്രണ്ടിൽ നമ്മൾ LED വെച്ചാൽ അവിടെയാണ് പ്രശ്നം വരിക. അവിടെ പ്രകാശം ഏൽക്കാൻ പാടില്ല. നമ്മളിതുപോലെ ഇത് ചൂടാക്കി നല്ലപോലെ ഫിക്സ് ചെയ്തിട്ട് ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം നമുക്ക് എങ്ങനെയാണ്. ഒപ്റ്റോകപ്ലർ മുമ്പ് കാണിച്ച പോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒപ്റ്റോകപ്ലറിന് കൊടുത്ത ആ ലൈനൊക്കെ മാറ്റിയിട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ റെസിസ്റ്റർ നമ്മൾ പോസിറ്റീവ് വഴി കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഡയറക്റ്റായിട്ട് നെഗറ്റീവ് കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, LED ഒന്ന് കണക്റ്റ് ആക്കി വെക്കാം. ഇത് പോളാറിറ്റി ഒന്നുമില്ല, നമുക്ക് ഏത് ലൈൻ എവിടെയും കൊടുക്കാം ഈ സെക്കൻഡറിയിൽ. ഇപ്പോൾ ഇതാണ് നമ്മൾ LDRൻ്റെ ലൈൻ വരുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ഗ്രൗണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളെ അതേ സിസ്റ്റത്തിൽ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒപ്റ്റോകപ്ലർ നേരത്തെ കാണിച്ചതുപോലെ തന്നെ അതേമാതിരി തന്നെ ഇതിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററിൻ്റെ കണക്ഷൻ ഒന്ന് ഒപ്റ്റോകപ്ലറിൻ്റെ LEDന്ന് ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് വെക്കാം. പോയി, ലൈറ്റ് ഓഫായി. ഇനി ഇവിടെ ഇത് റെസിസ്റ്ററിന് കൊടുക്കുമ്പോൾ ആ ബൾബ് കത്തുന്നതാണ്. ഇതാണ് ഒപ്റ്റോകപ്ലർ. ഇതിൽ നമുക്ക് പോളാരിറ്റി ഒന്നുമില്ല, പോസിറ്റീവ് നെഗറ്റീവ് എവിടെയും കൊടുത്താൽ ഇത് വർക്ക് ചെയ്യും. നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിൽ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തത് പോസിറ്റീവാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അത് ഈ നെഗറ്റീവ് അവിടെ കണക്ട് ചെയ്താലും ഇവിടെ അത് വർക്ക് ചെയ്യും, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഒപ്റ്റോകപ്ലറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ കമൻറ്റ് ചെയ്താൽ ആ വീഡിയോ ആയിരിക്കും അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം.